കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയത്തും ഇടവിട്ട ശക്തമായ മഴ തന്നെ തുടരുകയാണ്. മറ്റക്കരയിൽ വീട് തകർന്നു. ചോറ്റി സ്വദേശി സണ്ണിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് കേടുപാട് പറ്റി. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, കോട്ടയത്തും ഈ മഴക്കെടുതികൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജിൽസി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടവിട്ട് മഴ ശക്തമായി ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. ജില്ലയിൽ ഇന്നും ശക്തമായ മഴയാണ് ഇടവിട്ട് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടുണ്ടായ പുതിയ 2 സംഭവങ്ങൾ. മറ്റക്കരയിൽ ജോസഫിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് മരം വീണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു. അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി ചോറ്റിക്ക് സമീപം സണ്ണി എന്ന ആളുടെ പുരയിടത്തിൻ്റെ മുകളിലേക്ക് തെങ്ങ് വീണ് വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ 2 അപകടങ്ങളിലും വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവർ വീട്ടിനുള്ളിൽ തന്നെ ഉള്ളപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ കൂടുതലായി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. നദികളിൽ ഇറങ്ങാനോ പുഴയിൽ കുളിക്കാനോ അതോടൊപ്പം തന്നെ മറ്റ് സാഹസിക വിനോദങ്ങളിലൊന്നും ഏർപ്പെടാനോ ശ്രമിക്കരുതെന്നുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ കർശനമായ മുന്നറിയിപ്പുണ്ട്. ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ കൂടുതൽ തുറക്കും. ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് മൂലം ഒരു പ്രദേശവാസികളെ കുറേ ആളുകളെ ചങ്ങനാശ്ശേരിയിലെ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കും. നദികളിലും ജലനിരപ്പ് ഉയർന്നു തന്നെയാണ്. മണിമലയാറ്റിലും അതോടൊപ്പം മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. പക്ഷേ ക്രമാതീതമായ ഒരു വർധനവില്ല. കിഴക്കൻ മലയോര മേഖലകളിൽ കൂടുതൽ ശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ അത് താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് കാരണമാകുകയും നദികളിൽ ജലനിരപ്പ് ഉയരുവാൻ കാരണമാകുകയും ചെയ്യും. എന്നാൽ അത്ര തീവ്രമായ മഴ ഇപ്പോഴില്ല. നിലവിൽ ഇടവിട്ട് പെയ്യുന്ന മഴ പുഴയിലൂടെ ഒഴുകി കടലിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്. അങ്ങനെങ്കിൽ കൂടുതൽ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കും. പ്രധാനമായും ഈ ശക്തമായ കാറ്റാണ് പലയിടത്തും പ്രതിസന്ധിയാകുന്നത്. ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ പലയിടത്തും വൈദ്യുതി തകരാറ് ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴും പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. പലയിടത്തും വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണ് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഇടവിട്ട് മഴ ശക്തമായി ലഭിക്കുന്നുണ്ട്. ഈ മണിക്കൂറുകളിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല.